ഷേക്കാർ കേട്ടോ. അപ്പം നിർത്തി ഫോട്ടോഷൂട്ട് എടുത്ത് പോയാൽ പോരെ. എവിടെയാ ഇത്? മുകളിലാണ് ക്യാമ്പിങ്. ക്യാമ്പിങ് എന്തോരം കിടക്കണമെങ്കിൽ പോവാൻ പോവല്ലേ? ശരിക്കും നടന്നു തോന്നുന്നു. നല്ല ക്വാളിറ്റി വിരിയെടുത്തിട്ടോ നീ അവിടെ രാത്രി തൊട്ട്. വിരിഞ്ഞാൽ നമുക്ക് മലമുള്ളൊരു ഫാം അങ്ങ് തുടങ്ങാം. ഓഫ് റോഡ് ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് എല്ലാവരും കഴിഞ്ഞ ലോക്ക്ഡൌണിൽ കുക്കിംഗ് ചാനലായിട്ടാണ് ഞാനും തുടങ്ങിയത്. നോമ്പിലായിരുന്നു. അപ്പോൾ നോമ്പിൽ കുക്കിംഗ് ചാനൽ തുടങ്ങി. ഇടയ്ക്ക് നോമ്പ് ഉറപ്പിൽ വെച്ച സമയത്ത് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീപ്പിന്റെ റിവ്യൂ ചുമ്മാ എടുത്തിട്ടു. അപ്പോൾ അതിന് ഭയങ്കര റെസ്പോൺസ് കിട്ടിയത്. പിന്നെ ആദ്യമായിട്ട് ഒരു ജീപ്പ് എടുക്കണമെന്നും ഒരു ജീപ്പ് എടുത്തിട്ട് ഒരു ഓഫ് റോഡ് സ്വന്തം ജീപ്പേ പോകണമെന്നൊരു ആഗ്രഹമായിരുന്നു. കൂട്ടുകാരും സ്വന്തക്കാരും എല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ അങ്ങനെ ഓഫ് റോഡ് പോയിട്ടില്ല. സ്വന്തം ജീപ്പിലാവുമ്പോൾ ഒരു തൃപ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ജീപ്പ് എടുത്തു. സ്വന്തമായിട്ട് ഒരു ഓഫ് റോഡ് പോയി. അത് പോയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ മുട്ടത്ത് നിന്ന് ശരിക്കും കാഞ്ഞാറ് റോഡിലേക്ക് കടന്നു. നല്ല ക്ലൗഡെല്ലാം ഉണ്ട്. ടെൻറ്റ് എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ സർവൈവൽ മോഡാണ് ഓൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ഇത് ക്യാമ്പിൽ പതിയുന്നുണ്ട് എന്നറിയില്ല. എങ്കിൽ പോലും കുറച്ച് ടഫായിട്ടുള്ള, നല്ല ടഫ്, ചെറിയ ടഫല്ല, ശരിക്കും ടഫായിട്ടുള്ള ടെറൈനാണത്. വണ്ടി കയറാ പൊട്ടാ. അടിപൊളി അടിപൊളി. சுவாச காற்றே வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனார் வளைமே. അതിലേ ഇത് കണ്ടില്ല, ഇത്രയും സൗന്ദര്യം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. നമ്മൾ ആരും ഇതൊന്നും കാണാൻ തയ്യാറില്ല. നമ്മൾ സ്വീഡനിലേക്കും ലോകത്തിലെ ഹെവൻ അതാണെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ബട്ട് ഇതിനേക്കാൾ വലിയൊരു ഹെവൻ ഉണ്ടോ ശരിക്കും? നിങ്ങളൊന്ന് നോക്കിയ സ്ഥലം. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ടെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് എങ്ങോട്ടും പോകാനൊന്നും കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാനും പോകുന്നത്. ഷെഫീഖിന് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. എത്ര സൂക്ഷ്മതയോടെ സ്വന്തം കുട്ടീനെ വെക്കുന്ന പോലെ മുട്ട കൊണ്ടുവന്ന് വെച്ചാൽ മതില്ലേ. സോ റാഫി സേ ഹായ്. റാഫി ആളിങ്ങനെ ഇറങ്ങിയേക്കാണ്. ഫുൾ ഓഫ് റോഡ്സ് എവിടെയാണ്, പ്ലേസസ് എവിടെയാണെന്നാണ്. നമ്മളിപ്പോൾ ശരിക്കും സ്വർഗം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് സ്വർഗം കേട്ടോ. കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്, മുള്ളുകൊണ്ടു വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്, കൊയ്തെടുത്തതാരാണ്. കാലത്ത് എഴുന്നേറ്റും ഏകദേശം 6 മണിയായി. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ചലിക്കണം. അതിനുമുമ്പൊരു ചായയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുള്ള് മൂടൽ മഞ്ഞ്. അതിലിപ്പോൾ ചെറിയൊരു മഴയുണ്ട്. ഷെഫീഖ് ബ്രോ ടൂറാനുള്ള സെറ്റപ്പിലാണ്. ടൂറാൻ മുട്ടിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. എല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തു. ഇനി എല്ലാം ക്ലീൻ ആക്കണം. കാരണം നമ്മൾ വന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് അതേപോലെയുള്ള സാധനങ്ങൾ ലിറ്റർ ചെയ്ത് പോകാണ്ടിരിക്കും. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതേപോലെ ടെൻറ്റ് ചെയ്യുന്നതും ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ദിവസം അവിടെ നിന്നു. നമ്മുടെ കുറേ വേസ്റ്റ്, നമ്മുടെ മാലിന്യങ്ങളെല്ലാം അവിടെ ലിറ്റർ ചെയ്തിട്ട് പോകും. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം ക്ലീൻ ചെയ്തു ഏകദേശം. ഇനിയിപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് മാക്സിമം പറ്റാണെങ്കിൽ കത്തിച്ച് കളഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ പോകുന്നത്. വളരെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് ഇതേപോലെ ടെൻ്റ് അടിക്കണം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം അതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയായിരിക്കും. കാരണം ഇവിടെ ഇപ്പോൾ സത്യത്തിൽ നമ്മളെ ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും ഇല്ല. നമുക്ക് എന്തോ ആവാം, നമ്മളെന്താണോ നമ്മളെ അത് നമുക്ക് തുറന്നു വിടാൻ പറ്റുന്നൊരു സ്പോട്ടായിട്ടാണ് തോന്നുന്നത്. ഇനിയും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഒരു ക്യാമ്പിംഗ് വീഡിയോ എന്തായാലും ഇറക്കുന്നുണ്ട്. തീർത്ഥമായി പുൽകിരണകരങ്ങളാ എവിടെ നീ ആകാശമേ, കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീനിക്കായ പരിചിതപുരം എവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴ ദീപഹൃതം തേടിയത്
അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ റോഡിലേക്ക് എത്തി. ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇനി എന്തായാലും ലൈഫിൽ ഓഫ് റോഡ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. അതിനായിട്ട് പുതിയൊരു വണ്ടിയോടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എടുത്തതിന് ശേഷം ഇനി ഈ ഒരു ഓഫ് റോഡിങ് ട്രിപ്സ് കുറച്ചുകൂടെ കൂട്ടാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അതിനൊരു ചർച്ചയിലായിരുന്നു. സോ ഇത്രയും നിങ്ങൾ കണ്ടത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിനകത്ത് ഇത് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങളെ മിസ്റ്റേക്സൊക്കെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ അത് കുറച്ചുകൂടെയും ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ വിഷ്വലൈസേഷനിലോ ടോക്കിങ്ങിലോ എന്താണോ കുറവുകളുള്ളത് അത് നിങ്ങളാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. കാരണം നമുക്കതറിയാൻ വലിയ വഴികളിലൊക്കെ കാണാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സ്പേസിനെ പറ്റി പറയാനുള്ളത്. വാഗമൺ പോകുന്ന വഴിയിൽ നമ്മൾ കാഞ്ഞാറിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വാഗമൺ പോകുന്ന വഴി കുറച്ചിങ്ങോട്ട് കയറണം. ഒരു 5-6 കിലോമീറ്റർ കയറിയതിന് ശേഷം റൈറ്റ് കട്ട് ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ സ്പേസിന് വലിയ പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പേരെടുത്ത് പറയാത്തത്. ബട്ട് സ്റ്റിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പിള്ളേരെല്ലാം വരുന്നുണ്ട്, പിള്ളേരെല്ലാം വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോ വരുന്നത് വരെയും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഓൺ ചെയ്യുക. ഓക്കെ.